ലെസൺ 1 പെയേഴ്സ് ഓഫ് ഇക്വേഷനിലെ അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജെക്റ്റ് വിത്ത് എ സ്പീഡ് ഓഫ് u meter per second and travels along a straight line. If the speed increases at the rate of a meter per second, every second the distance traveled in time t seconds is ut plus 1 by 280 square. The distance traveled in 2 seconds is 10 meters and the distance traveled in 4 seconds is 28 meters. What was the starting speed? What is the rate at which speed is increasing? യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂട്ടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു. ഇങ്ങനെ ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം യു ടി പ്ലസ് 1/280 സ്ക്വയർ ആണ്. ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എന്താണ്? ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് യു ടി പ്ലസ് 1/280 സ്ക്വയർ. നമുക്കത് എഴുതാം. ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എന്താണ്? യു ടി പ്ലസ് 1/280 സ്ക്വയർ അല്ലേ? അപ്പോൾ ടി സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടി എത്രയാണെന്നുള്ളത് 2 പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടി 2 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ ചെയ്യാം. യു ടി പ്ലസ് 1/280 സ്ക്വയർ. ടി എന്ത് പറഞ്ഞു? 2 സെക്കൻഡ് നമ്മൾ കൊടുക്കാൻ പോവാണ്. യു ഇൻറ്റു 2, ടിയുടെ സ്ഥലത്ത് 2 കൊടുത്തു, പ്ലസ് 1/2 എ ഇൻറ്റു ടിയുടെ സ്ഥലത്ത് 2 കൊടുത്തു. കണ്ടോ? 2 സ്ക്വയർ. ഇവിടെ ടിയുടെ സ്ഥാനത്ത് 2 കൊടുത്തു, ഇവിടെ ടിയുടെ സ്ഥാനത്ത് 2 കൊടുത്തു. അപ്പോൾ എന്താണ്? ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്രയാ? 2u പ്ലസ് 1/2 എ ഇൻറ്റു 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 2 4. അപ്പോൾ നമുക്കിവിടെ 4 എഴുതാം. ഇനി 2u പ്ലസ്, ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് ഈ ഇങ്ങോട്ട് സൈഡിലോട്ട് എഴുതാം എ ഇൻറ്റു 4. കണ്ടല്ലോ? അപ്പോൾ ഈ 2 ഈ 4ൽ പോകുമ്പോൾ 2 ആയി. അപ്പോൾ 2a ആയി. അപ്പോൾ നമുക്കിവിടെ 2a എന്ന് എഴുതാം. ഇനി 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം 10 മീറ്റർ ആയാൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം 10 മീറ്റർ ആയാൽ എത്രയാണ്? ഈ ഇക്വേഷൻ ഏതാ? 2u പ്ലസ് 2a ഈക്വൽ ടു 10. കണ്ടായല്ലോ? ഇനി ഇതിൽ നിന്ന് 2 സെക്കൻഡ് ആണെങ്കിൽ 1 സെക്കൻഡിൽ എത്രയാണെന്നാണ് ചോദ്യം. 1 സെക്കൻഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ പകുതി. ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2u എന്ന് പറയുമ്പോൾ എത്രയേ? 1u എഴുതണം. 2a എന്നത് എന്ത് എഴുതണം? 1a എഴുതണം. ഇസ് ഈക്വൽ ടു 10. 2uൻ്റെ പകുതി u, 2aൻ്റെ പകുതി a, 10ൻ്റെ പകുതി എത്രയാ? 5 ആണ്. 10 അല്ല എഴുതേണ്ടത്, 5 ആണ് എഴുതേണ്ടത്. ഇനി 4 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം 28 മീറ്റർ ആയാൽ എങ്ങനെ എഴുതാം? യു ടി പ്ലസ് 1/280 സ്ക്വയർ ഈക്വൽ ടു 28. അപ്പോൾ ഇവിടെ സമയത്തിലാണ് പറഞ്ഞത്? ടി സെക്കൻഡ് അല്ലേ വന്നുള്ളത്? അപ്പോൾ 4 എഴുതണം. അപ്പോൾ യു എഴുതാം, ടിയുടെ സ്ഥാനത്ത് 4 എഴുതാം, പ്ലസ് 1/2 എ, ടിയുടെ സ്ഥാനത്ത് 4 എഴുതണം. 4 സ്ക്വയർ ഇൻറ്റു 28.
ഇനി 4ഉം യുവും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ് 4u പ്ലസ് 1/2 എ. 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 സ്ക്വയർ 4 ഇൻറ്റു 4 എത്രയാ 16. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം 16 ഈക്വൽ ടു 28. ഇനി 4u പ്ലസ് ഈ 1/2നെ നമുക്ക് ഇവിടെ സൈഡിലേക്ക് എഴുതാം 1/2 എ ഇൻറ്റു 16. ഈ 2 16ൽ മുമ്പ് എത്രയായി 8a. അപ്പോൾ 8a ഈക്വൽ ടു 28. ഇനി ഇതിന് നമുക്ക് പകുതിയാക്കാം അല്ലേ യുവിനെ എത്രയ്ക്ക് യു പ്ലസ് ഇന്ന് നോക്കി നോക്കിയാൽ 1 ഇൻറ്റു 4 എനിക്ക് 1 ഇൻറ്റു 4 അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു യു എഴുതി. ഇനി 2 ഇൻറ്റു 4 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ 2a എന്ന് എഴുതി ഈക്വൽ ടു ഇങ്ങനെയാണ് 28 എത്രയല്ലേ പോകും നമുക്ക് 14 ഇൻറ്റു 2 28 അല്ലേ. അപ്പോൾ നമ്മളിവിടെ 14 എഴുതി. ഇതിൻ്റെ എല്ലാം പകുതിയാക്കി നമ്മൾ. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മുടെ യു പ്ലസ് എ ഈക്വൽ ടു 5. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം അവിടെ അടുത്ത ഭാഗം നോക്കാം. യു പ്ലസ് എ ഈക്വൽ ടു 5 യു പ്ലസ് 2a ഈക്വൽ ടു 7. ഇനി യു പ്ലസ് 2a ഈക്വൽ ടു 7 യു പ്ലസ് എ ഈക്വൽ ടു 5 അല്ലേ. അപ്പം നമുക്കിത് കുറയ്ക്കാം. എങ്ങനെ യുവും യു ഒരുപോലെ വന്നപ്പോൾ 0 പ്ലസ് ഇനി 2 ഒരേ കുറച്ച് എത്രയാണ് എ. ഇനി 7 5 കുറച്ച് എത്രയാണ് 2. എ ഈക്വൽ ടു 2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ് ഇതല്ലേ സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് വീണ്ടും എഴുതാം യു പ്ലസ് എ ഈക്വൽ ടു 5 യു പ്ലസ് എ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട് 2 കിട്ടിയിട്ടുണ്ട്. അതിവിടെ എഴുതാം 2 ഈക്വൽ ടു 5 യു ഈക്വൽ ടു 5 മൈനസ് 2 യു ഈക്വൽ ടു 5ന് 2 കുറച്ചാൽ എത്രയായി 3 കണ്ടല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് വേഗത അതായത് ആരംഭിക്കുമ്പോഴുള്ള വേഗത എന്താണ് യു മീറ്റർ പെർ സെക്കൻഡും വേഗം കൂടുമ്പോഴുള്ള ഇതെന്താണ് 2 മീറ്റർ പെർ സെക്കൻഡും. അപ്പോൾ യു മീറ്റർ പെർ സെക്കൻഡ് യു ഈക്വൽ ടു 3യും എ ഈക്വൽ ടു 2. ഓക്കെ അല്ലോ. 11 added to a number gives twice another number 20 added to the second number gives twice the first number. What are the numbers? രണ്ട് സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തിൻ്റെ 2 മടങ്ങും രണ്ടാമത്തേതിൻ്റെ കൂടെ 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തേതിന് 2 മടങ്ങും കിട്ടി. സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ സംഖ്യകൾ ഫസ്റ്റ് നമ്പർ ഏതെടുക്കാം എക്സ് എന്നും അടുത്തത് വൈ എന്നും എടുക്കാം. ഇനി എക്സിനോട് എത്ര കൂട്ടിയപ്പോഴാണ് 11 കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് 2y അല്ലേ. അടുത്തതുപോലെ y പ്ലസ് 20 ഈക്വൽ ടു 2x. മനസ്സിലായ എങ്ങനെയാണ് എക്സിനോട് 11 കൂട്ടിയപ്പോൾ 2y കിട്ടി. അടുത്തത് കിട്ടി 2 മടങ്ങളത് കിട്ടി അല്ലേ. ഇനി അതുപോലെ വൈനോട് എത്ര കൂട്ടി അടുത്ത നമ്പറിനോട് സെക്കൻഡ് നമ്പറിനോട് 20 ആഡ് അതാണ് രണ്ടാമത്തെ നമ്പർ വൈ കണ്ടോ. 20 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 2x അതിൻ്റെ ഇരട്ടി കിട്ടി. അപ്പോൾ നമുക്ക് നോക്കാം എക്സ് പ്ലസ് 11 ഈക്വൽ ടു 2y എക്സ് ഈക്വൽ ടു 2y മൈനസ് 11 കണ്ടോ. ഇത് അങ്ങോട്ട് പോയി മൈനസ് ആയി അത്രയേ ഉള്ളൂ. ഇനി y പ്ലസ് 20 ഈക്വൽ ടു 2x y പ്ലസ് 20 ഈക്വൽ ടു 2 ഇൻറ്റു എക്സിൻ്റെ വില നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അത് ഇവിടേക്ക് എടുത്തെഴുതിയാൽ മതി. എക്സിൻ്റെ സ്ഥാനത്തോട്ട് എഴുതിയാൽ മതി. ഇവിടുത്തെ നമ്പറാണ് എഴുതുന്നത് 2y മൈനസ് 11.
ഇനി y പ്ലസ് 20 2 ഇൻറ്റു ഇൻറ്റു ചെയ്തപ്പോൾ എത്രയായി 4y മൈനസ് 11 കൂടി 2 ഇൻറ്റു ചെയ്യുമ്പോൾ 22. ഇനി 20 മൈനസ് 22 എന്നുള്ളത് ഇവിടെ വരുമ്പോൾ എത്രയായി പ്ലസ് 22y ഈക്വൽ ടു 4y ഈ പ്ലസ് y എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് y. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യാം. പ്ലസ് ചെയ്യുമ്പോൾ എത്രയാണ് 42 ഈക്വൽ ടു ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 3y ഈക്വൽ ടു 42. ഓക്കെ ആയോ y കൂടെ ചെയ്യാം y ഈക്വൽ ടു 42/3 42നെ 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാം. എത്രയാണ് 42 ഡിവിഷൻ 3 1 3 1 2 4 ഇൻറ്റു 3 12 0 0 y നമുക്ക് എത്ര കിട്ടി 14. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഏതാ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ x ഈക്വൽ ടു 2y മൈനസ് 11. ആ ഇക്വേഷനിൽ നമുക്ക് വീണ്ടും ചെയ്യാം x ഈക്വൽ ടു 2y മൈനസ് 11. x നമുക്ക് എന്താണ് അറിയില്ല. ഈ 2y നമുക്ക് കിട്ടി 14 കിട്ടി. ഈ 14 yൻ്റെ സ്ഥാനത്ത് എഴുതാം 14 മൈനസ് 11. x ഈക്വൽ ടു 14 ഇൻറ്റു 2 8 28 മൈനസ് 11. x ഈക്വൽ ടു 28ൽ നിന്ന് 11 മൈനസ് ചെയ്യാം 17 ഉണ്ടോ. അപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടി x 17 കിട്ടി y 14 കിട്ടി. ഇപ്പം നമ്മുടെ ഈ ലെസൺ അവസാനിച്ചു. ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത ഭാഗത്ത് നമുക്ക് പരിചയപ്പെടാം. A 2-digit number is equal to 6 times the sum of its digits. The number got by interchanging the digits is 9. More than 4 times the sum of the digits. What is the number? ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അക്കങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. രണ്ടക്ക സംഖ്യ ഏതാണ്? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടക്ക സംഖ്യ അല്ലേ. ആദ്യം ഒന്നിൻ്റെ സ്ഥാനം അതായത് വൺസിൻ്റെയും ടെൻസിൻ്റെയും ഒറ്റ സംഖ്യയും ഒന്നാമത്തെ സംഖ്യയും രണ്ടക്ക സംഖ്യയും കാണണം. അപ്പോൾ ഒന്നിൻ്റെ സ്ഥാനത്ത് ആദ്യം നമുക്ക് എന്തെടുക്കാം എക്സ് എന്നും രണ്ടക്ക സംഖ്യയുടെ ഭാഗം നമ്മൾ എന്തെടുക്കാം y എന്നും എടുക്കാം. രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് എന്താണ് 10y പ്ലസ് എക്സ് ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം 10x പ്ലസ് y എന്നും നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാം 10y പ്ലസ് എക്സ് ഈക്വൽ ടു എന്താ പറയുന്നത് 6 ടൈംസ് എന്നല്ലേ പറയുന്നത്. 6 ടൈംസ് വെച്ചാൽ 6 മടങ്ങ്. അപ്പോൾ 6 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇനി ഇത് നമുക്ക് ഇനി എങ്ങനെ വീണ്ടും മാറ്റി എഴുതാം 10y പ്ലസ് എക്സ് ഈക്വൽ ടു നമുക്ക് ഈ 6നെ എക്സിനോടും വൈനോടും ഇൻറ്റു ചെയ്യാം 6x പ്ലസ് 6y. ഇനി നമുക്ക് വൈനെ ഒരുമിച്ച് കൊണ്ടുവരാം 10y മൈനസ് 6y ഈക്വൽ ടു എന്താണ് 6x. ഈ പ്ലസ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മൈനസ് എക്സ്. ഇനി 10y 6y കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക 4y. 6xൽ നിന്ന് ഒരു എക്സ് കുറയ്ക്കുമ്പോൾ 5x. ഇനി 4y മൈനസ് 5x ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും 5x മൈനസ് 4y ഈക്വൽ ടു 0 എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. 9 മോർ ദാൻ എന്ന് പറഞ്ഞില്ലേ 4 ടൈംസിനേക്കാൾ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം 10x പ്ലസ് വൈ ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ. എത്ര 9 കൂടുതലാണ് പ്ലസ് 9. ഇനി 10x പ്ലസ് വൈ ഈക്വൽ ടു നമുക്ക് ഇൻറ്റു ചെയ്യാം 4x പ്ലസ് 4y പ്ലസ് 9.
ഇനി നമുക്ക് എക്സിനെയൊക്കെ ഒരുമിച്ചാക്കാം അല്ലേ. 10x പ്ലസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ 4 - x ഈക്വൽ ടു 4y പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ -y പ്ലസ് 9. 10 4 കുറയ്ക്കുമ്പോൾ എത്രയായി 6x ഈക്വൽ ടു 4y ഒരു y കുറയ്ക്കുമ്പോൾ 3y പ്ലസ് 9. ഇനി 6x മൈനസ് 3y അതായത് ഇനി ഇപ്പുറത്തേക്ക് വന്നു അല്ലേ, ഈക്വാലിറ്റിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു ഈക്വൽ ടു 9. ഇനി നമുക്ക് നോക്കിയാൽ 6 3 9 അല്ലേ. ഇതെല്ലാം ഏതിനെ കൊണ്ട് ഇൻറ്റു ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റും, 3ൻ്റെ മൾട്ടിപ്പിളിൽ പോണതാണ്. 3 × 2 6 1 × 3 3 3 × 3 9. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്കിവിടെ 2x മൈനസ് y ഈക്വൽ ടു 3 ഉണ്ടല്ലോ. ഇനി ഫസ്റ്റ് ഈ ഇക്വേഷൻ നമുക്ക് 4 മടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് വീണ്ടും ചെയ്യാം. 2x മൈനസ് y ഈക്വൽ ടു 3. നമുക്ക് 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര ഇത് 4 ഇൻറ്റു ചെയ്യുക. 4 ടൈംസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ 8x പിന്നെ 4y ഈക്വൽ ടു 4 × 3 12. നമ്മുടെ ഇക്വേഷൻ വേറൊരു ഇക്വേഷനും കൂടി നമുക്ക് കിട്ടി അല്ലേ, രണ്ടാമത്തെ ഒരു ഇക്വേഷനും കൂടിയായി. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമുക്ക് ഒരുമിച്ച് ഇവിടെ ചെയ്യാം. 8x മൈനസ് 4y ഈക്വൽ ടു 12 കണ്ടല്ലോ രണ്ടാമത്തെ ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനോടെ എടുക്കുന്നുണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത ഭാഗമാണ് നമുക്ക് എഴുതേണ്ടത് കേട്ടോ, അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 5x മൈനസ് 4y ഈക്വൽ ടു 0. എന്തായി 8 ൽ നിന്ന് 5 കുറച്ചാൽ എത്ര നമുക്ക് 3x മൈനസ് 0 ഈക്വൽ ടു 12. ഇനി 3x ഈക്വൽ ടു 12. ഇനി 3x ഈക്വൽ ടു 12 x ഈക്വൽ ടു 12/3. x ഈക്വൽ ടു 4. 3 4 12 അല്ലേ. അപ്പോൾ 12നെ 3 കൊണ്ട് നോക്കിയാൽ 4 കിട്ടിയതാണ് നമ്മൾ എഴുതിയ 4. ഇനി അടുത്ത ഇക്വേഷൻ എന്ത് വരുന്നു, നമ്മൾ ഈ 5x മൈനസ് 4y അതിന് നമുക്ക് ആഡ് ചെയ്യാം, എക്സ് ആഡ് ചെയ്യാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. 5x മൈനസ് 4y ഈക്വൽ ടു 0. എക്സ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് 4 കണ്ട, അത് എക്സിൻ്റെ സ്ഥാനത്ത് എഴുതാം. 5 × 4 മൈനസ് 4y ഈക്വൽ ടു 0. 5ഉം 4ഉം കൂട്ടിയാൽ ഇൻറ്റു ചെയ്താൽ എത്രയാണ്, ഇൻറ്റു ചെയ്യുമ്പോൾ 20 മൈനസ് 4y ഈക്വൽ ടു 0. അപ്പോൾ ഇനി y ഈക്വൽ ടു എന്താണ് 20/4. ഇനി 4ൻ്റെ മൾട്ടിപ്പിളിൽ 20 എത്ര പ്രാവശ്യമാണ് 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് 4ഉം x ഈക്വൽ ടു 4 എന്നും y ഈക്വൽ ടു 5 എന്നും നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ സംഖ്യ ഏതായിട്ട് വരും 54. ടെൻസിൻ്റെ സ്ഥാനത്ത് 5ഉം വൺസിൻ്റെ സ്ഥാനത്ത് 4ഉം. ഓക്കെ ആയല്ലോ.